ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രഡീഷണലായ ഓട്ടടയുടെ റെസിപ്പി. അപ്പോൾ ഓട്ടടയോടൊപ്പം നല്ലൊരു മട്ടൻ കറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ ഒരു ഓട്ടട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പത്തിരി പൊടിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കാറില്ലേ, ആ ഒരു പത്തിരി പൊടി തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഓട്ടടയ്ക്ക് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കൈ മുക്കി നോക്കിയാൽ പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ അത് ചേർത്ത് വേണം ഈ ഒരു മാവ് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. തേങ്ങ കൂടുന്തോറും രുചി കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര തന്നെ മാവ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് 1 മുട്ടയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ മുട്ടയും മാവും വെള്ളവും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ ബാറ്റർ റെഡിയാക്കൂലേ, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ വീണ്ടും കട്ടിയാവും. അപ്പോൾ ഒരല്പം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് ലൂസാക്കുക, അല്ലെങ്കിൽ ഉടനെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതാണ് മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഇത്രയും ലൂസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ട്രഡീഷണൽ മൺചട്ടിയിലാണ് നമ്മൾ ഈ ഓട്ടട തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഓട്ടടയ്ക്കുള്ള ചട്ടി നല്ല ചൂടാവണം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ സ്റ്റീം വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്പമൊക്കെ ചുടുന്ന പോലെ തന്നെ ഒരു 1.5 തവി മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരത്തൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും ഇത് വെന്ത് കൊള്ളും. ആദ്യത്തെ ഓട്ടട ചെറുതായിട്ട് ചട്ടിയിൽ പിടിക്കുന്ന പോലെ തോന്നും, പക്ഷെ പിന്നീട് ചുടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, എല്ലാം ഇളക്കി കിട്ടിക്കോളും. അപ്പോൾ ഇത് മറിച്ചിട്ടൊന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ നല്ലോണം ഇങ്ങനെ കുത്ത് വരികയും അതൊരു എന്താ പറയുക, ഇങ്ങനെ ആരൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ വരുമ്പം ഓട്ടട റെഡി ആയിക്കോളും. ഇനി നമുക്ക് മട്ടൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 സവാളയാണ് കേട്ടോ എടുത്തത്. ഒരു സവാള അല്പം ചെറുതാണ്, അതായത് 4.5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 പൂന്ത് വെളുത്തുള്ളി, ഒരു 1.5 കഷ്ണം ഇഞ്ചി, പിന്നെ 4 എരിവുള്ള പച്ചമുളക്, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വേണം. അപ്പോൾ മല്ലിയില കേടാകാതെ ഒരു 2 ആഴ്ചയോളം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ട ഒരു ടിപ്പ് കൂടി കാണിച്ചു തരാം. അപ്പോൾ വേരോട് കൂടി കൊണ്ടുവരുന്ന മല്ലിയില ആണെങ്കിൽ ഇതുപോലെ നമ്മളൊരു കുപ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഒരു വേര് മുങ്ങത്തക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് ഈ ഒരു മല്ലിയില സൂക്ഷിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയോളം കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ വേര് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം മറ്റൊരു ബോട്ടിൽ കൊണ്ട് മല്ലിയില ഇതുപോലെ മൂടി വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് മട്ടൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ അടിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതി സവാള അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തല്ല വേവിച്ചെടുക്കുന്നത്. മട്ടണിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലേ, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കഷ്ണം കറുവാപ്പട്ട, ഒരു 7-8 ഏലക്ക, പിന്നെ ഒരു 5 ഗ്രാമ്പു, ഒരു സ്റ്റാർ അനീസ്, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ 1 കഷ്ണം ബേ ലീഫും ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയില്ലേ, അതുമാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ അടുത്ത് പെരിഞ്ജീരകപ്പൊടിയാണ്. ഒരു 5 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം.
ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റിൻ്റെ മീറ്റ് മസാലയില്ലേ അതായാലും മതി 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാദാ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈവച്ച് ഒരു 2-3 മിനിറ്റ് കുഴച്ചെടുക്കുക. ഈ ഒരു മസാലപ്പൊടികളെല്ലാം ആ ഒരു മട്ടണിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ മട്ടൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വേവുള്ള മട്ടൺ ആയതുകൊണ്ടാണ് ഞാനൊരു 5 വിസിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ, കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതും പിന്നെ ബാക്കി അരിഞ്ഞ സവാളയും കൂടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതും വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വയ്ക്കുകയും തുറന്നു കൊടുക്കുകയും അങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗൺ നിറമാകൂലേ ആ ഒരു ടൈം വരെയും വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയുടെ ആ ഒരു നിറം ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു പൊടികൾ തന്നെയാണ്, പക്ഷേ വളരെ കുറഞ്ഞ അളവിൽ, അതായത് ഏകദേശം ഒരു തുള്ളി മതി എന്ന് പറയാം. അങ്ങനെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണിനും താഴെ പൊടികൾ എല്ലാം അല്പം വീതം ഈ ഒരു സവാളയിലേക്കും ചേർത്ത് കൊടുക്കണം. എങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരപ്പൊടി, മല്ലിപ്പൊടി എല്ലാം നമ്മൾ കുറച്ച് ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ മട്ടണിലേക്ക് ഒരിക്കലും പൊടികൾ കൂടി പോരുത്. ഞാൻ നേരത്തെ കാണിച്ച പൊടികൾ തന്നെയാണ്, വളരെ കുറച്ച് മാത്രം ചെറിയ തോതിൽ ഈ ഒരു സവാളയിലേക്കും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മല്ലിയില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി നല്ലതുപോലെ ഒന്ന് സവാളയിലേക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു എണ്ണ തെളിയില്ലേ ആ ഒരു ടൈം വരെയും ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ കുക്കറിലിപ്പം മട്ടൺ റെഡിയാവുകയാണ്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കുക്കറിൽ വേവിച്ചെടുത്ത മട്ടണും ആ ഒരു വെള്ളവും കൂടി നമ്മൾ വഴറ്റിയെടുത്തില്ലേ ആ ഒരു സവാളയിലേക്ക് ഇതാ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സവാളയും ഈ ഒരു ഗ്രേവിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെന്നിട്ട് വേണം നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ 4-5 വിസിൽ വന്നപ്പോഴേക്കും മട്ടൺ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടൺ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുത്തും ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തും നമുക്ക് മട്ടൺ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഓരോ ഓട്ടടയായിട്ട് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, 2ാമത്തെ ഓട്ടട ആകുമ്പോഴേക്കും അത് അധികം ഒട്ടിപ്പിടിക്കില്ല. അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതാ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ലൂസാക്കി എടുക്കാം. അല്ല ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ മട്ടൺ കറിയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സെർവ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ മട്ടൺ വാങ്ങുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയ പീസ് വാങ്ങുക, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. എല്ലും ആ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ മട്ടൺ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓട്ടടയും മട്ടൺ കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഈ ഒരു ഓട്ടട പെർഫെക്റ്റ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ച് നോക്കുമ്പോഴാണ് കേട്ടോ. നല്ല കുത്തൊക്കെ വന്നിട്ട് ഇതുപോലെ ഉള്ളിലിങ്ങനെ ആരുപോലെ കാണൂലേ, നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പം ഉണ്ടാവുന്ന ആ ഒരു രീതിയിൽ അതുപോലെ ഉണ്ടായാൽ ഓട്ടട പെർഫെക്റ്റ് ആയി എന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആരുപോലെ കാണുന്നതാണ് യഥാർത്ഥ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട.
അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവേ ഓട്ടടയുടെ കൂടെ നോൺ വെജാണ് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അഥവാ നോൺ വെജ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ മുട്ട റോസ്റ്റ് ഇല്ലേ, അതും ഉപയോഗിക്കാം. അതും നല്ല ചേർച്ചയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.